കേരളത്തിൽ ബി.ജെ.പിയുടെ വളർച്ചയ്ക്ക് അടിവരയിട്ട തെരഞ്ഞെടുപ്പ്. കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബി.ജെ.പിയും ബി.ജെ.പി സഖ്യകക്ഷികളും കേരളത്തിൽ നല്ല രീതിയിൽ വേര് പിടിച്ചു എന്നതാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ മുൻവീക്ഷണവും പിൻവീക്ഷണവുമില്ലാതെ മതേതര പാർട്ടി എന്ന് വിളിച്ചു കൂവുമ്പോൾ ബി.ജെ.പിയും സഖ്യവും നേടിയ വോട്ടുകൾ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ബി.ജെ.പി ഭരണം അതിവിദൂരമല്ല എന്ന് തന്നെയാണ്. 3 സ്ഥലങ്ങളിലാണ് കേരളത്തിൽ താമര വിരിഞ്ഞത്. വേറെയുമുണ്ട് ഈ തെരഞ്ഞെടുപ്പിന് പ്രത്യേകത. എല്ലാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോഴും പരസ്പരം കളിയാക്കുന്നതും കുറ്റങ്ങളുടെയും കുറവുകളുടെയും കണക്ക് പറഞ്ഞ് ആക്ഷേപിക്കുന്നതുമില്ലാതെ പാർട്ടിക്കുള്ളിൽ പരസ്പരം മത്സരം നടന്നു എന്നത് ആദ്യ കാഴ്ചയാണ്. അതും ബി.ജെ.പിക്ക് ഗുണം ചെയ്യുന്നു എന്നത് പറയാതെ വയ്യ. LDF അനുഭാവികൾ കൊടുത്ത വോട്ടുകൾ വാങ്ങി വിജയിച്ച UDF ഇനി എന്ത് ചെയ്താൽ മുമ്പോട്ട് പോകും എന്ന് വോട്ട് കൊടുത്തവരെ ബോധിപ്പിച്ച് നിരാശപ്പെടുത്തുന്നതും വളരെ വിചിത്രമാണ്. ഇങ്ങനെയുള്ള സാഹചര്യം LDFിലും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രത്തോളം അത് വഷളായിരുന്നില്ല എന്നത് പറയാതെ തരമില്ല. കോൺഗ്രസിൽ കേരളത്തിൽ കുറച്ചു നല്ല പ്രവർത്തകരുണ്ട് എന്നത് ഒരു ആശ്വാസമായി ജനങ്ങൾ കണ്ട് അവരെ അധികാരമേൽപ്പിക്കുമ്പോൾ അവർ കുറച്ചുകൂടി ഉത്തരവാദിത്വം കാട്ടേണ്ടതുണ്ട് എന്ന് പരക്കെ ജനങ്ങൾ പറഞ്ഞു തുടങ്ങി. എന്തായാലും ഇതൊക്കെ ബി.ജെ.പിക്ക് വളമായി മാറും എന്നതിൽ മാറ്റമില്ല. ഇത്തവണ ഓരോ മണ്ഡലത്തിലും ബി.ജെ.പി നേടിയ വോട്ടുകൾ സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യം താമര വിരിഞ്ഞത് ചാത്തന്നൂരിലാണ്. 2021 CPIയുടെ GS ജയലാൽ തുടർച്ചയായി 3ാം തവണയും വിജയിച്ച സീറ്റിലാണ് ഇത്തവണ ഗോപകുമാറിലൂടെ കാവ്യ പുതച്ചത്. 2016 ചരിത്രത്തിലാദ്യമായി NDA പ്രതിനിധി കേരള നിയമസഭയിലേക്ക് എത്തിയ മണ്ഡലമാണ് നേമം. ഇത്തവണ നേമത്ത് വീണ്ടും താമര വിരിയിച്ച് മണ്ഡലം ഒപ്പം കൂട്ടിയത് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. അവസാന ലാപ്പിലാണ് ബി.ജെ.പിയുടെ V മുരളീധരൻ കഴക്കൂട്ടത്ത് വിജയത്തിലേക്ക് ഓടിക്കയറിയത്. CPM സ്ഥാനാർത്ഥിയും നിലവിലെ MLAയും മുൻ മന്ത്രിയുമായ കടകംപള്ളി സുരേന്ദ്രനെയാണ് ബി.ജെ.പി മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ V മുരളീധരൻ പരാജയപ്പെടുത്തിയത്. 2025 നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി നയിക്കുന്ന NDA മുന്നണി കേരളത്തിലുടനീളം വലിയ മുന്നേറ്റമായിരുന്നു നടത്തിയത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം 50 സീറ്റുകളോടെ പിടിച്ചെടുത്തത് ബി.ജെ.പിയുടെ ചരിത്ര നേട്ടമായി മാറി. തുടർച്ചയായ 3ാം തവണയും പാലക്കാട് നഗരസഭ ബി.ജെ.പി വിജയിച്ചു. കേരളത്തിലുടനീളം 26ഓളം ഗ്രാമപഞ്ചായത്തുകളിൽ ബി.ജെ.പി തനിച്ചു ഭരണം പിടിച്ചെടുത്തു. ഇത് 2020 19 പഞ്ചായത്തുകളിൽ നിന്നുള്ള വലിയൊരു കുതിപ്പായിരുന്നു. അതോടൊപ്പം കൊച്ചി, കൊല്ലം, കോഴിക്കോട് കോർപ്പറേഷനുകളിൽ ബി.ജെ.പി തങ്ങളുടെ സീറ്റുകൾ ഇരട്ടിയായി വർദ്ധിപ്പിച്ചിരുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9 മണ്ഡലങ്ങളിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായി. 30+ മണ്ഡലങ്ങളിൽ തകർപ്പൻ പ്രകടനം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണവും പിടിച്ചെടുത്തത് സംസ്ഥാനത്തെ ബി.ജെ.പിയുടെ വളർച്ചയ്ക്ക് അടിവരയിടുന്നതാണ്. ഇതൊക്കെ ഒരു വലിയ തേർവാഴ്ചയുടെ കാലം അതിവിദൂരമല്ല എന്ന് ഉറപ്പിക്കുന്നതാണ്. ഇടത് വലതു മുന്നണികളുടെ കുത്തക തകർത്ത് നിർണായക മണ്ഡലങ്ങളിൽ വിജയിച്ച ബി.ജെ.പി കേരളത്തിലെ രാഷ്ട്രീയ ചിത്രം ദ്വിമുഖ മത്സരത്തിൽ നിന്ന് ത്രികോണ മത്സരത്തിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യം. SK മുംബൈ എക്സ്പ്രസ് വാർത്ത.